Hello everyone, welcome to iGENHut Flavours segment. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ? ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ kindly subscribe our channel and enable the bell icon so you'll be getting all the videos right away when I post. So right into the chilli chicken recipe. ഇന്നത്തെ നമ്മുടെ ഫ്ലേവേഴ്സ് സ്പെഷ്യൽ ഗസ്റ്റ് എപ്പിസോഡിൽ നമ്മോടൊപ്പം ആയിരിക്കുന്നത് സ്മിത ഉല്ലാസ്. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിലെ ഇക്കണോമിക്സ് ഫാക്കൽറ്റിയാണ് സ്മിത മാം. ഞങ്ങളുടെ സ്കൂളിലെ സ്റ്റാഫ് സെക്രട്ടറിയാണ്. വളരെ എനർജറ്റിക് ആയിട്ട് നല്ല ഊർജ്ജസ്വലതയായിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു ടീച്ചറാണ്. ഞങ്ങളിപ്പോൾ ഈ കൊറോണ കാലത്ത് ടീച്ചറിനെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുവാണ്. സ്മിത മിസ് എന്ന് പറഞ്ഞാൽ ഒരു കേരള തനിമയുടെ ഒരു പ്രതീകമാണ്. മിസ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡിഷൊക്കെ ഉണ്ടാക്കുമെങ്കിലും ചൈനീസ് വിഭവമാണെങ്കിൽ പോലും എന്നും മിസ്സിനെ പോലെയുള്ള ഒരു കേരള ടച്ച് അതിന് ഉണ്ട്. വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചില്ലി ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അതെന്തെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചില്ലി ചിക്കനാണ്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ചില്ലി ചിക്കൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: ചിക്കൻ നമുക്ക് ആവശ്യമുള്ളത്ര, ഞാൻ ഏകദേശം ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തു. പിന്നെ മുളക് പൊടി എന്ന് പറയുമ്പോൾ നമുക്ക് 2 മുളക് പൊടിയും വേണം. കാശ്മീരി ചില്ലി പൗഡറും നല്ലതാണ്. അതുപോലെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, തൈര്, കോൺഫ്ലോർ, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമ്മൾ ചിക്കനിൽ മിക്സ് ചെയ്ത് വെക്കുക. ചിക്കനിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കുക. നല്ലപോലെ പേസ്റ്റ് ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത് ബാക്കി പൊടികളെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം നമ്മളിത് ഫ്രൈ ആക്കാനായിട്ട് എടുക്കാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലപോലെ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ. ഇനി ഞാൻ വേറൊരു ടിപ്സും കൂടെ പറഞ്ഞു തരാം. ഈ ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ ഈ മസാലക്കൂട്ട് വാങ്ങിച്ചിട്ട് പെരിഞ്ജീരകവും കൂടി ചേർത്ത് നന്നായി പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു നമ്മളിങ്ങനെ ചിക്കൻ ഉണ്ടാക്കുമ്പോഴോ അതുപോലെ മറ്റ് മീറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ പൊടി ഒരു ചെറിയ സ്പൂൺ നമുക്ക് ചേർത്താൽ മതിയാവും. അങ്ങനെ നിങ്ങളും ഇങ്ങനെ മസാല കൂട്ട് വാങ്ങി ഗരം മസാല തനിയെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് ഞാനിപ്പം ഇങ്ങനെ എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ആദ്യം ഒരു പാൻ വെച്ചു. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വയ്ക്കുക. ഞാൻ സാധാരണ വെളിച്ചെണ്ണയാണ് പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു. അതിനുശേഷം നമുക്ക് ഈ ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ നമുക്ക് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ചിക്കൻ പീസുകൾ നമുക്ക് ഇട്ട് കൊടുക്കുക. ഈ ചിക്കൻ ഫ്രൈ ആകുമ്പോഴേക്കും നമുക്കിതിനാവശ്യമായ കറി ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് കട്ട് ചെയ്യാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പം നമുക്ക് ആദ്യം സവാള എടുക്കാം. സവാള എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ നടുവിലത്തെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് അധികം സവാള ആവശ്യമില്ല കേട്ടോ. നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുമ്പോൾ എന്തുമാത്രം സവാളയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഇവിടെ നമുക്ക് 1-2 സവാള അത്രേ ആവശ്യമുള്ളൂ. എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ സ്ക്വയറിൽ കട്ട് ചെയ്യണം. ഇങ്ങനെ സ്ക്വയറിൽ നമ്മൾ കട്ട് ചെയ്തിടുക. ഇത്തിരി വലിപ്പത്തിൽ തന്നെ കിടന്നോട്ടെ കേട്ടോ. നല്ല സ്ക്വയറിൽ നമ്മൾ കട്ട് ചെയ്തിടുക.
ഇനി നമുക്ക് ക്യാപ്സിക്കം ഉപയോഗിക്കാം. നോക്കൂ, ക്യാപ്സിക്കത്തിന് പകരം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പച്ച തക്കാളിയാണ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഞാൻ അധികമായി തക്കാളിയൊക്കെ കൃഷി ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ പച്ച തക്കാളിയാണ് ഞാനിവിടെ ക്യാപ്സിക്കത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്യാപ്സിക്കം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പച്ച തക്കാളി ഉപയോഗിച്ചാൽ മതി. ഒന്നുണ്ടോ, വളരെ ഫ്രഷ് പച്ച തക്കാളിയാണ് ഞാനത്. അതും ഇതുപോലെ തന്നെ നമ്മൾ സ്ക്വയറിൽ കട്ട് ചെയ്യുന്നു. ഇനി ഒരു 5-6 അല്ലി നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ, അധികം വേണ്ട. ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇങ്ങനെ ചതുരത്തിൽ കട്ട് ചെയ്തിടുക. അതുപോലെ തന്നെ ഇഞ്ചിയും നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നമ്മളിങ്ങനെ കട്ട് ചെയ്തിടുക, ചെറുതായിട്ട് അരിഞ്ഞിടുക. ഇഞ്ചിയും കട്ട് ചെയ്തിട്ടു. അതുപോലെ പച്ചമുളക്, ഈ പച്ചമുളക് വളരെ ഫ്രഷാണ് കേട്ടോ, ഞാൻ നട്ടു വളർത്തിയ പച്ചമുളക് തന്നെയാണ്. ഇങ്ങനെ നീളത്തിൽ നമുക്ക് അരിഞ്ഞിടുക. ഇനി ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാട്ടോ, ഉണ്ടെങ്കിൽ ചേർക്കുക. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ചേർത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ പച്ചമുളക് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തിടുക. പിന്നെ നമുക്ക് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. എനിക്ക് കറിവേപ്പിലയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കറിവേപ്പിലയും കൂടെ ചേർത്തു. നമ്മുടെ ചിക്കൻ നല്ല ഫ്രൈ ആയി കേട്ടോ, ഇതുപോലെ ഫ്രൈ ആയി വരും. അതായത് നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ചിക്കൻ നമ്മൾ ഫ്രൈ ആക്കുന്നതിന് മുമ്പ് എന്തൊക്കെ സാധനങ്ങളാണ് ചേർത്തത്? നമ്മൾ മുളക് പൊടി ചേർത്തു, അതുപോലെ ഗരം മസാല, വെളുത്തുള്ളി, ഇഞ്ചി, ദെൻ അതിനുശേഷം നമ്മൾ കറിവേപ്പില ചേർത്തു. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് നമുക്ക് എടുത്തു വയ്ക്കാം. എല്ലാം ഈ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം കേട്ടോ. നമ്മളിത് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, നമ്മൾ ഫ്ലെയിം നല്ലപോലെ കൂട്ടി വെച്ചിട്ട് വേണം ഇതെടുക്കാൻ. അപ്പോൾ എണ്ണ ഇതിനകത്ത് കുടിക്കാതെ ഇരിക്കും കേട്ടോ. നമ്മൾ ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ തീ നമ്മൾ ഓഫ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ എണ്ണ മാത്രം മതി ഇനി നമുക്ക് അടുത്ത പാചകത്തിന്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ആണെങ്കിൽ ക്യാപ്സിക്കം, അല്ലെങ്കിൽ പച്ച തക്കാളി, ദെൻ അതുപോലെ വെളുത്തുള്ളി, സവാള, ഇഞ്ചി, ഇതെല്ലാം കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒരുപാടങ്ങ് വഴന്നു പോകണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വെന്ത് എടുത്താൽ മാത്രം മതി. ഇത് നമുക്ക് ഒരു കടിക്കണം, ഇത് ആ രീതിയിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി കുറച്ച് സമയം കഴിയുമ്പോൾ, ഒരുപാട് നേരം വേണ്ട കേട്ടോ. നമുക്ക് ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആകെ സമയം വേണ്ടത് ചിക്കൻ ഫ്രൈ ചെയ്യാനാണ്. അത് നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുമ്പോഴായാലും എല്ലാവരും ഫ്രൈ ചെയ്തിട്ടല്ലേ കറി വെക്കാറ്. അത്രയും സമയം ഇവിടെ ആവശ്യമുള്ളൂ. ഇത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് സമയം മതി നമുക്ക് ശരിക്കും ഇത് റെഡിയാക്കാൻ. അപ്പോൾ ഇത് റെഡിയായി കേട്ടോ. ഇതിൻ്റെ ആ പച്ചപ്പൊന്ന് മാറിയാൽ മാത്രം മതി കേട്ടോ, പെട്ടെന്നാകും ഇതിൻ്റെ പച്ചപ്പൊന്ന് മാറി. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുക. ഫ്രൈ ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിരുന്ന ചിക്കനും കൂടെ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തു. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അല്പം ഗരം മസാല, ഒരല്പം മുളക് പൊടി, ഇനി നമുക്കൊരല്പം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എരിവ് കൂടുതൽ വേണം എന്നുള്ളവർ അല്പം കൂടെ മുളക് പൊടി ചേർത്തോളൂ കേട്ടോ.
കുട്ടികൾക്കൊക്കെ ഇഷ്ടം അല്പം എരിവ് കുറവാണല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്യും. നല്ലപോലെ ഇളക്കി കൊടുത്തു. അപ്പോൾ ഇതുമായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ ഒരു സ്പൂൺ കോൺഫ്ലോർ മതി കേട്ടോ. 1 സ്പൂൺ കോൺഫ്ലോർ ഞാൻ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതുമായി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ നമുക്ക് സോസ് ചേർക്കാം. ടൊമാറ്റോ സോസാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് കേട്ടോ. ടൊമാറ്റോ സോസ് നമ്മൾ ചേർത്തു. അതുപോലെ സോയാ സോസ് നിർബന്ധമില്ല കേട്ടോ. സോയാ സോസ് ഒരു 2-3 തുള്ളി നിങ്ങൾക്ക് ആവശ്യമുണ്ടേ ചേർത്താൽ മതി, അത് നിർബന്ധമുള്ളതല്ല. അതുപോലെ ഒരു സ്പൂൺ തൈര്, നല്ല കട്ട തൈര് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക. 1-1.5 സ്പൂണ് കട്ട തൈര് കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത്രയും പഞ്ചസാര, 1 സ്പൂൺ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയി കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. അതുപോലെ തന്നെ പൊറോട്ട, അതുപോലെ റൈസ്, ഫ്രൈഡ് റൈസ്, ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. ഇനി നമുക്കിത് സെർവ് ചെയ്യുന്നതിനായിട്ട് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഇതാണ് നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. ഇത് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അല്പം മല്ലിയില കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മല്ലിയിലയും അതുപോലെ തക്കാളിയും ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പം റെഡിയാക്കാവുന്നതാണ്. നമുക്ക് ഹോട്ടലിൽ പോയൊന്നും ഇനി ചില്ലി ചിക്കൻ കഴിക്കാൻ പോകണ്ട. ഭയങ്കര ടേസ്റ്റി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞ് അഭിപ്രായം പറയണേ. അടിപൊളിയായിട്ടില്ലേ റെസിപ്പി? ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും കമൻറ്റ് അയക്കണം കേട്ടോ. ഇത് ഞങ്ങളോട് പറയണം എങ്ങനെയുണ്ടായിരുന്നു എന്ന്. അത്ര രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. സോ ടേസ്റ്റിയാണ്, വെറുതെ പറയുകയല്ല. ഇറ്റ്സ് സോ ഡെലീഷ്യസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാക്കട്ടെ. സോ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സ്പെഷ്യൽ ഗസ്റ്റുമായി കാണും വരെ ബൈ.